പദയാത്രയുമായി അടൂരും മമ്മൂട്ടിയും വീണ്ടും ഒന്നിക്കുന്നു. സിനിമയ്ക്ക് ഇന്നു തുടക്കം. മലയാള സിനിമയുടെ ചരിത്രത്തിൽ നിർണായകമായ നിരവധി ക്ലാസിക്കുകൾ സമ്മാനിച്ച അടൂർ ഗോപാലകൃഷ്ണനും മമ്മൂട്ടിയും 3 പതിറ്റാണ്ടുകൾക്ക് ശേഷം വീണ്ടും ഒന്നിക്കുന്ന ചിത്രത്തിന്റെ ചിത്രീകരണം ആരംഭിച്ചു. പദയാത്ര എന്ന പേരിലുള്ള സിനിമയുടെ ടൈറ്റിൽ പോസ്റ്റർ ഇന്നു രാവിലെ മമ്മൂട്ടി തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചതോടെയാണ് വിവരം ഔദ്യോഗികമായി പുറത്തുവന്നത്. മിനിമലിസ്റ്റിക് ഡിസൈനിൽ ഒരുക്കിയ പോസ്റ്ററിൽ വിശാലമായ ശൂന്യതയ്ക്കിടയിൽ ഒരാൾ മാത്രം നടന്നു നീങ്ങുന്ന ദൃശ്യമാണ് ശ്രദ്ധ പിടിച്ചുപറ്റുന്നത്. ജീവിതയാത്രയെയും മനുഷ്യന്റെ അസ്തിത്വ ചോദ്യങ്ങളെയും സൂചിപ്പിക്കുന്ന തരത്തിലാണ് പോസ്റ്റർ ഒരുക്കിയിരിക്കുന്നത്. അടൂർ ഗോപാലകൃഷ്ണന്റെ സിനിമകളുടെ ദാർശനിക ആഴത്തോട് പൂർണ്ണമായും പൊരുത്തപ്പെടുന്ന ദൃശ്യഭാഷയാണ് പോസ്റ്ററിലൂടെ തന്നെ വ്യക്തമാകുന്നത്. അടൂർ മമ്മൂട്ടി കൂട്ടുകെട്ടിൽ മുമ്പ് പുറത്തിറങ്ങിയ അനന്തരം, മതിലുകൾ, വിധേയൻ എന്നീ ചിത്രങ്ങൾ മലയാള സിനിമയുടെ ക്ലാസിക്കുകളായി മാറിയിരുന്നു. ആ കൂട്ടുകെട്ടിന്റെ പുതിയ അധ്യായമാണ് പദയാത്ര എന്നതോടെ പ്രേക്ഷകരുടെ പ്രതീക്ഷയും ഏറെ ഉയർന്നിരിക്കുകയാണ്. അടൂർ ഗോപാലകൃഷ്ണൻ തന്നെ രചനയും സംവിധാനവും നിർവഹിക്കുന്ന ചിത്രത്തിൽ മമ്മൂട്ടി അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ വിശദാംശങ്ങൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. എന്നാൽ അടൂരിന്റെ സിനിമകളിലെ പോലെ തന്നെ ആന്തരിക സംഘർഷങ്ങളും മനുഷ്യമനസ്സിന്റെ സൂക്ഷ്മതകളും അന്വേഷിക്കുന്ന കഥാപാത്രമായിരിക്കുമിതെന്നും സൂചനകളുണ്ട്. ചിത്രത്തിന്റെ സാങ്കേതിക സംഘവും മറ്റു അഭിനേതാക്കളുടെയും വിവരങ്ങൾ ഉടൻ പ്രഖ്യാപിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. പരിമിതമായ ലൊക്കേഷനുകളിലായി അടൂരിന്റെ സ്വഭാവസവിശേഷമായ ശാന്തമായ ചിത്രീകരണ ശൈലിയിലാണ് സിനിമ ഒരുക്കുക. മമ്മൂട്ടി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച പോസ്റ്റർ നിമിഷങ്ങൾക്കകം തന്നെ ആരാധകരും സിനിമാ ലോകവും ഏറ്റെടുത്തുകഴിഞ്ഞു. ഇതൊരു സിനിമയല്ല, ഒരു അനുഭവമായിരിക്കും എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് പോസ്റ്റിനു കീഴിൽ നിറയുന്നത്. മലയാള സിനിമയുടെ സുവർണ അധ്യായങ്ങൾ വീണ്ടും തുറക്കാൻ പോകുന്ന പദയാത്ര അടൂരിന്റെയും മമ്മൂട്ടിയുടെയും കലാപരമായ യാത്രയിൽ മറ്റൊരു ഓർമ്മപ്പെടുത്തലായിരിക്കുമെന്നാണ് വിലയിരുത്തൽ. ഈ ചിത്രം മികച്ച വിജയം കൈവരിക്കട്ടെ എന്നാശംസിക്കുന്നു. വാർത്ത തയ്യാറാക്കിയത് റഷീദ് തൊഴിയൂർ, ഫ്യൂഷൻ ഫ്ലിക്സ് മീഡിയ.